300-ൽ നിന്നും 1200 വരെ ആക്കിയ സർക്കാരിന് ക്രെഡിറ്റ് ഒന്നുമില്ല. പിന്നെ വ്യാജ പ്രചരണമല്ലേ, സർവത്ര വ്യാജ പ്രചരണമല്ലേ. ഒരു ഉടുപ്പുമില്ലാതെ പച്ചക്കള്ളം വിളിച്ചു പറയുന്നത് ആഡംബരമാക്കിയവരാണല്ലോ കോൺഗ്രസുകാർ. അതിൽ ഡോക്ടറേറ്റ് എടുത്ത തലൈവരാണ് PC വിഷ്ണുനാഥ്. ഞാനത് നമ്മൾ പറയുമ്പോൾ സത്യസന്ധമായി പറയണം. നിയമസഭയിൽ വരെ അദ്ദേഹം തന്റെ നൈപുണ്യം തെളിയിച്ചതാണ്. ആ മാന്യദ്ദേഹം പുതിയ നമ്പറുമായി ഇറങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ. ദേശീയപാത നടപ്പിലാക്കി ആരുടെയോ ചങ്കൂറ്റ് കൊണ്ടാണ് നെഞ്ചൂക്ക്. ഒരാളുടെയും ചങ്കൂറ്റും നെഞ്ചൂക്കും ഒന്നുമല്ല സർ. ഒരു നെഞ്ചൂക്കും പ്രദർശിപ്പിക്കാതിരുന്ന സൗമ്യനായ ഒരു ഭരണാധികാരി 2013-ൽ ഭൂമി ഏറ്റെടുക്കൽ നിയമം പാസാക്കിയത് കൊണ്ടാണ്. കേരള നിയമസഭയിൽ ഉത്തരവാദിത്വം പ്രകടിപ്പിക്കേണ്ട ഒരു MLA പറഞ്ഞില്ലേ, ഇത് മൻമോഹൻ സിംഗിന്റെ കാലത്ത് ഭൂമി ഏറ്റെടുക്കാൻ കൊണ്ടുവന്ന നിയമം ഉള്ളതുകൊണ്ടാണ് ഇതിന് ഭൂമി ഏറ്റെടുക്കാൻ കഴിഞ്ഞത്, അതുകൊണ്ട് ഇതിന്റെ ഒരു അവകാശികൾ ഞങ്ങളാണ് എന്ന രൂപത്തിലാണ് പറഞ്ഞത്. അദ്ദേഹം തിരുത്തിയോ? അതേ സഭയിൽ വ്യവസായ മന്ത്രി ആ നിയമം ഉദ്ധരിച്ചില്ലേ? ആ നിയമം ഉണ്ടാക്കിയ കമ്മിറ്റിയിലുള്ള ആളായിരുന്നു വ്യവസായ മന്ത്രി. ദേശീയപാത നിർമ്മാണത്തിന് ഭൂമി ഏറ്റെടുക്കുന്നത് ഈ നിയമപ്രകാരം സാധിക്കില്ല, അല്ലെങ്കിൽ ഈ നിയമത്തെ അതിൽ നിന്ന് ഒഴിവാക്കിയെന്ന് അതിൽ തന്നെ വ്യവസ്ഥയുണ്ട്. എന്നിട്ടും ആ കള്ളം പറഞ്ഞു. കള്ളം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. 2011 മുതൽ 2016 വരെ അധികാരത്തിലിരുന്ന UDF സർക്കാരിന്റെ കാലത്ത് ക്ഷേമ പെൻഷൻ തുക 1200 രൂപയായിരുന്നു അത്രേ. 600 രൂപ മാത്രമായിരുന്നു അന്ന് പെൻഷൻ എന്നത് LDFന്റെ കള്ളപ്രചരണമാണ് പോലും. ഇതിനെയാണ് ആടിനെ പിടിച്ചു പട്ടിയാക്കുക എന്ന് പറയുന്നത്. കേന്ദ്ര വിഹിതമുള്ള ചുരുക്കം പെൻഷനുകൾക്കാണ് 1200 രൂപ ഉണ്ടായിരുന്നത്. ആ പെൻഷനും UDF കാലത്ത് മാസങ്ങൾ കുടിശ്ശികയായിരുന്നു. ഈ വസ്തുത തെളിച്ചു പറയാതെ അരികും മൂലയും മാത്രം പറഞ്ഞു പിടിച്ചു നിൽക്കാൻ നോക്കുന്ന PC വിഷ്ണുനാഥിന് വേണ്ട മറുപടി നിലമ്പൂരെ LDF സ്ഥാനാർത്ഥി M സ്വരാജ് തന്നെ പറഞ്ഞിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ UDFന്റെ അവസാന കാലത്ത് പെൻഷൻ ഉണ്ടായിരുന്നില്ല, ഒരൊറ്റ പെൻഷനും കൊടുത്തിട്ടില്ല. അത് LDF ആണ് കുടിശ്ശിക തീർത്തത്. പിന്നെ ഇവർ പറയുന്നുണ്ടല്ലോ 1200 പെൻഷൻ. ഇന്നലെ ഞാൻ ഒരു MLA അങ്ങനെ പറയുന്നതായിട്ട് കേട്ടു. ആ MLA തന്നെയാണ് NHAI ഭൂമി ഏറ്റെടുക്കാൻ സഹായമായത് മൻമോഹൻ സിംഗിന്റെ കാലത്ത് ഉണ്ടാക്കിയ നിയമമാണെന്ന് കളവ് പറഞ്ഞ് ആ കളവ് അവിടെ വെച്ച് തന്നെ പിടിക്കപ്പെട്ടിട്ടും ഒരു തരത്തിലുള്ള ജാള്യതയും മുഖത്ത് വരാതെ വളരെ ഫലപ്രദമായി അതിനെ മാനേജ് ചെയ്ത ഒരാളാണ്. ഏത് പെൻഷനാണ് 1200 ഉണ്ടായിരുന്നത്? നിങ്ങൾ നോക്കണം. കേന്ദ്ര സർക്കാരിന്റെ വിഹിതം എന്ന് പറയുന്നത് ശരാശരി 200 രൂപയ്ക്കാണ് ചില പെൻഷൻ. എന്നാൽ വിരലിലെണ്ണാവുന്ന ചിലർ അർഹരായിട്ടുള്ള പ്രത്യേക പെൻഷന് ചിലപ്പോൾ കുറച്ച് കൂടുതൽ കൊടുക്കുന്നുണ്ടാവും. അതിന് ചിലപ്പോൾ ആ കാലത്ത് ഒരു 1000 കിട്ടിയിട്ടുണ്ടാവും. അത് ഏതാനും 1000 പേർക്കുള്ള പെൻഷനാണ്. UDFന്റെ കാലത്ത് 32 ലക്ഷം പേർക്കായിരുന്നു ഈ പെൻഷന് അർഹതയുള്ളതായി കണ്ടെത്തിയിരുന്നത്. എന്നിട്ട് അദ്ദേഹം പറയാൻ 2 പെൻഷനുള്ളവരെ അത് ഒഴിവാക്കി എണ്ണം വെട്ടിക്കുറച്ചു. ഇപ്പൊ 62 ലക്ഷമാണ്. 60 ലക്ഷത്തിന് മുകളിലാണ്, ഏതാണ്ട് ഇരട്ടിയായി വന്നു. അപ്പോൾ ഇതിനെ സംബന്ധിച്ചെല്ലാം വിശദാംശങ്ങൾ എടുത്ത് പരിശോധിക്കാനുള്ള ആർജവം കാണിക്കുകയാണ് വേണ്ടത്. ഭാഗികമായി കാര്യങ്ങളെ അവതരിപ്പിക്കുന്നതും ബോധപൂർവം കളവ് പറയുന്നതും ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തില്ല. സത്യത്തിന്റെ വഴിയിലേക്ക് സാവധാനമെങ്കിലും കടന്നു വരൂ സഹോദരന്മാരെ എന്ന് പറയാൻ മാത്രമേ നമുക്ക് സാധിക്കൂ.